ഈ സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ സ്മോക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ക്യാൻസർ വരുന്നില്ല. ഒരേ അളവിൽ സ്മോക്ക് ചെയ്യുന്ന 2 ആളുകളിൽ ഒരാൾക്ക് ചിലപ്പോൾ ക്യാൻസർ വരാം, മറ്റേ ആൾക്ക് വരുന്നില്ല. ഈ സ്മോക്കിങ്ങിൽ ഏകദേശം ഈ ടൊബാക്കോയിൽ 2000-ലധികം കെമിക്കൽസ് ഉണ്ട്. അതിൽ ഏകദേശം 700-ലധികം കെമിക്കൽസ് കാർസിനോജൻസ് ആണ്. അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ്. ഈ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, നൈട്രോസാമീൻസ് അതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് എല്ലാവരിലും ക്യാൻസർ ഉണ്ടാക്കാത്തതെന്ന്? നമുക്കുണ്ടാകുന്ന ക്യാൻസറുകളിൽ ഇപ്പോൾ ലങ് ക്യാൻസറിൽ 90% സ്മോക്കിംഗ് വഴി ഉണ്ടാകുന്നതാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല. ബട്ട് ഈ സ്മോക്കിങ്ങിലുള്ള ഈ ടൊബാക്കോയിലുള്ള ഈ കണ്ടൻസ് കാർസിനോജൻസ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് അത് അവിടെയുള്ള DNA-യിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു, ഡാമേജ് ഉണ്ടാക്കുന്നു, അവിടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. ഈ കാർസിനോജൻസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ബോഡിയിലെ സെല്ലുകളിലേക്ക് എത്തണമെങ്കിൽ അത് വാട്ടർ സോല്യൂബിൾ ആവണം. അതായത് നമ്മുടെ ബോഡിയിലുള്ള എൻസൈം ഈ കാർസിനോജൻസിൽ ആക്ട് ചെയ്തിട്ടാണ് അതിനെ വാട്ടർ സോല്യൂബിൾ ആക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എൻസൈംസിൻ്റെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇതിൻ്റെ ആക്ടിവേഷനെ എഫക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ഇത് ക്യാൻസർ DNA ഡാമേജ് ഉണ്ടാക്കുമ്പോൾ DNA റിപ്പയർ ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. അതുമാത്രമല്ല, ഈ നമ്മുടെ ജീനുകളിൽ തന്നെ ഈ ഫോർ എക്സാമ്പിൾ ഒരു ക്രോമസോം നമ്പർ 15 ChRNA3, ChRNA5 അങ്ങനെയുള്ള കുറച്ച് ജീൻസ് ഉണ്ട്. ഈ ജീനുകളിൽ മ്യൂട്ടേഷൻ ഉള്ള ആളുകൾക്ക് സ്മോക്കിംഗ് വഴി ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പറഞ്ഞു വരുന്നത്, സ്മോക്കിങ്ങിലുള്ള കണ്ടന്റ് ഒരേപോലെ ആണെങ്കിൽ പോലും നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ ഡിഫറെൻ്റ് ആണ്. ഓരോ ആളിലും ഓരോ രീതിയിലാണ് ബോഡി പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ അളവിൽ സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ ചിലർക്ക് ക്യാൻസർ വരുന്നതും ചിലർക്ക് വരാത്തതും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ മ്യൂട്ടേഷൻസും നമ്മുടെ ബോഡിയിൽ എൻസൈം കണ്ടന്റൊന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്താലും ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും നമുക്കത് അറിയാനുള്ള വഴി ഉണ്ടെങ്കിലും അത് നമുക്ക് എല്ലാ ആളുകൾക്കും അത് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് സ്മോക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാം, അതൊന്നും പോസിബിൾ അല്ല. അതായത് നമ്മൾ ആരും സ്മോക്ക് ചെയ്യാതിരിക്കുക, ഒരു സ്മോക്കിംഗ് അതായത് സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി.